പോസ്റ്റ് ഓൺ റിപ്പോർട്ട്. പോസ്റ്റ് ഓഫീസ് പാഴ്സൽ മാർഗം കഞ്ചാവ് കടത്തിയ കേസിലെ മുഖ്യപ്രതി 22-കാരനായ കൊല്ലങ്കോട് സ്വദേശി ഇന്നലെയാണ് മേഘാലയയിൽ നിന്ന് കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിലേക്ക് പാഴ്സലായി കഞ്ചാവ് എത്തിയത്. പാഴ്സലായി കഞ്ചാവ് എത്തിക്കാൻ നിർദ്ദേശം നൽകിയത് സുഹൃത്തായ കൊല്ലങ്കോട് സ്വദേശിയാണെന്ന് പിടിയിലായ പ്രതികൾ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 22-കാരന് വേണ്ടി എക്സൈസ് അന്വേഷണം ശക്തമാക്കിയത്. ഇക്ബാൽ അറക്കൽ തുടരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഇക്ബാൽ, ഇതിലിപ്പോൾ 22-കാരനെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയത് ഇതിപ്പോ ആദ്യമായിട്ടല്ല ഇയാൾ ഇത് ചെയ്യുന്നത്, മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണോ പോലീസ് പറയുന്നത്? എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ വിശദമാക്കുന്നത്? ശ്രുതി, അതായത് ഈ കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള ഒരു 22-കാരനാണ് ഇന്നലെ ഈ കഞ്ചാവ് അത് പോസ്റ്റ് ഓഫീസിലെ പാഴ്സൽ മുഖേന കൊല്ലങ്കോട്ടേക്ക് എത്താൻ കാരണമായത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ എക്സൈസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് കൊല്ലങ്കോട് പോസ്റ്റ് ഓഫീസിലേക്ക് ഈ പാഴ്സലായി എത്തിയ കഞ്ചാവ് അത് എക്സൈസ് സംഘം പിടികൂടുന്നു. ആ സംഭവത്തിൽ പിന്നീട് കൊല്ലങ്കോട് സ്വദേശികളായിട്ടുള്ള 2 സഹോദരങ്ങളെ എക്സൈസ് സംഘം പിടികൂടുന്നു. സഞ്ജയ് അതുപോലെ തന്നെ രാഹുൽ എന്ന് പറയുന്ന സൗത്ത് പാവടയിൽ താമസിക്കുന്ന യുവാക്കളാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഈ 2 പേരെയും എക്സൈസ് സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിനിടയിലാണ് തങ്ങളുടെ സുഹൃത്തായിട്ടുള്ള കൊല്ലങ്കോട് സ്വദേശി തന്നെയായിട്ടുള്ള 22-കാരനാണ് ഇത്തരത്തിൽ മേഘാലയയിൽ നിന്നും കഞ്ചാവ് ഓർഡർ ചെയ്ത് കൊല്ലങ്കോട്ടേക്ക് എത്തിക്കാൻ നിർദ്ദേശം നൽകിയെന്നുള്ളതാണ് എക്സൈസ് സംഘത്തിന് ഈ യുവാക്കൾ നൽകിയിട്ടുള്ള മൊഴി. ഇതിന് തങ്ങൾക്ക് 3000 രൂപ പ്രതിഫലമായി നൽകാമെന്നും ഈ കൊല്ലങ്കോട് സ്വദേശി പറഞ്ഞിരുന്നുവെന്നും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എക്സൈസ് നടത്തിയിട്ടുള്ള തുടർ പരിശോധനയിലാണ് ഈ കൊല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള ഈ മുഖ്യ പ്രതിയായിട്ടുള്ള 22-കാരൻ മുമ്പും ഇത്തരത്തിൽ ഈ പോസ്റ്റ് ഓഫീസ് മാർഗം അതല്ലാതെ പാർസലായി ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇയാൾ നേരിട്ട് മാത്രമല്ല പല സുഹൃത്തുക്കളുടെ പേരുകളിലും ഇത്തരത്തിൽ ഈ കഞ്ചാവ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് ഈ 22-കാരനായ ഈ കഞ്ചാവ് വിൽപ്പനക്കാരനെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള നീക്കത്തിലേക്കാണ് എക്സൈസ് സംഘം കടക്കുന്നത്. ഇയാൾക്ക് വേണ്ടി വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്താൻ ഇപ്പോൾ തന്നെ എക്സൈസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാളെ കണ്ടെത്താൻ ഇതുവരെയും ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല. ഇയാളുടെ